രാവിലെ നമ്മൾ എന്തൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചു പോന്നാലും ഫാദിക്കുട്ടിക്ക് വഴിയിലെത്തി അപ്പോൾ വിശക്കൂട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊന്നും കഴിക്കാതെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. കട്ടൻ ചായ പോലും കഴിച്ചിട്ടില്ല. ഇന്നും നമ്മൾ കോയമ്പത്തൂർ തന്നെയാണ് കേട്ടോ പോകുന്നത്. അവൻ്റെ കണ്ണ് കാണിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കയറാറുള്ള ഹോട്ടലിൽ തന്നെയാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ അവന് ഇഡ്ഡലി വാങ്ങിച്ചു, നമ്മൾ മൂന്നാളും ദോശയാണ് കേട്ടോ കഴിച്ചത്. സച്ചു ആകെ ദോശ കഴിക്കുന്നത് അതിൻ്റെ കൂടെ കിട്ടുന്ന വട കഴിക്കാനാണ് കേട്ടോ. അവനക്ക് ദോശനേക്കാളും ഇഷ്ടം ആ വടയാണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ചതൊന്നും പോരാഞ്ഞിട്ട് ഇനി എന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ഫാദിക്കുട്ടി വാശി പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മളങ്ങനെ 4 ഫ്രൂട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രാവിലെ ആയിരുന്നു, അതുകൊണ്ട് ഫ്രൂട്ടി കഴിക്കേണ്ട ഒരു മൂഡൊന്നും അല്ല, എങ്കിലും നമ്മളൊന്ന് വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളങ്ങനെ നേരെ പോയി. ഈ ഒരു സംഭവം കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലോട്ടാണ് പോകുന്നതെങ്കിലും ഈ ഹൈവേ റോഡ് കാണുമ്പോൾ നമുക്കൊരു ട്രിപ്പ് മൂഡാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ എത്തി. ചെന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടുണ്ട് ഈ ഒരു സംഭവം കാണുന്നത്. നമ്മുടെ മെട്രോൻ്റെ ഫില്ലർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു സംഭവം നമ്മൾ പണിയൊക്കെ നടക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫില്ലറും കാര്യങ്ങളും എങ്ങനെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ ഒരു സംഭവമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് അവർ ഓരോന്നിങ്ങനെ ഓരോ മെഷീൻ കൊണ്ട് സെറ്റാക്കി ഇങ്ങനെ കൊണ്ടുവരുന്നത് കാണാൻ. അങ്ങനെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് നമ്മൾ എത്ര രാവിലെ പോയാലും ഇനിയിപ്പോൾ ഒരു 7 മണിക്കായാലും 10 മണിക്കായാലും എന്തായാലും ആ ഒരു ദിവസം അന്ന് കണക്കാണ് കേട്ടോ. എന്തായാലും നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും രാത്രി ആവാറുണ്ട്. അങ്ങനെ കണ്ണിൻ്റെ സ്പെഷ്യലായ അരവിന്ദ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഭയങ്കര തിരക്കായിരിക്കും, കാരണം നമുക്ക് അവിടെ വണ്ടി പാർക്കിങ്ങിനൊന്നും റോഡ് സൈഡിലൊന്നും സൗകര്യമില്ല. കുറച്ച് പോയിട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചധികം നടക്കാനായിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തൊന്നും നിർത്താനായിട്ട് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ അവൻ്റെ കണ്ണൊക്കെ കാണിച്ച് നമ്മളോടൊന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. വീണ്ടും നമ്മൾ കുഞ്ഞാക്ക വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോഴാണ് കേട്ടോ ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ നമ്മുടെ വാഗമരത്തിൻ്റെ പൂ നിറയെ ചാടി കിടക്കുന്നുണ്ടായിരുന്നു, മുട്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൊണ്ട് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നഖം വെച്ചിട്ടൊക്കെ കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സച്ചുവിനും ബാധിക്കും ഒന്നും ഈ ഒരു സംഭവം അറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. എന്തായാലും വണ്ടി എടുത്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ആവും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നിന്ന് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ മുട്ട നമുക്കവിടെ കിട്ടാനൊരു ചാൻസും ഇല്ല. എന്നാന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു കൊടുത്തിരുന്നു കേട്ടോ. ഇതിപ്പോൾ വാടിയ ചെറിയൊരു സംഭവമാണ് കിട്ടിയത്, അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് കണ്ടപ്പോൾ കുറേ അവർ പെറുക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, വീട്ടിൽ പോയിട്ട് കളിക്കാമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് പോരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. മഴയത്തുള്ള യാത്ര നല്ല രസമാണല്ലേ. മഴയത്തുള്ള യാത്ര ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.